ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് +1 ഹിസ്റ്ററിയിലെ മനുഷ്യരുടെ ഉത്ഭവം എന്ന ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ ചാൾസ് ഡാർവിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. 1859 തന്റെ ഉത്കൃഷ്ട ഗ്രന്ഥമായ ദി ഒറിജിൻ ഓഫ് സ്പീഷീസിൽ അദ്ദേഹം ജൈവപരിണാമം വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹം 3 തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ജൈവപരിണാമം വിശദീകരിച്ചത്. അസ്തിത്വത്തിന്റെ പോരാട്ടം, അതിജീവനത്തിന്റെ അതിജീവനം, പ്രകൃതിയുടെ സ്വാഭാവിക തിരഞ്ഞെടുപ്പ് എന്നിവയാണ് അവ. ഈ 3 തത്വങ്ങളും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം ഇവ. എല്ലാ ജീവജാലങ്ങളും ഇരട്ടിയായി പെരുകുന്നു എന്നും 2 വ്യക്തികൾക്ക് ഒരുപോലെ ആകാൻ സാധ്യമല്ലെന്നും അദ്ദേഹം നിരീക്ഷിക്കുകയുണ്ടായി. ഓരോ തലമുറയിലും ധാരാളം വ്യതിയാനങ്ങൾ രൂപം കൊള്ളുന്നു എന്നും ഈ സന്താനങ്ങൾ മെച്ചപ്പെട്ട ജീവിതത്തിനായി പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നു. ഇതിനെ അസ്തിത്വത്തിന്റെ പോരാട്ടം എന്ന് വിളിക്കുന്നു. ഈ പോരാട്ടത്തിൽ വിജയകരമായ വിഭാഗങ്ങൾ നിലനിൽക്കുകയും മറ്റുള്ളവ നശിക്കുകയും ചെയ്യുന്നു. ഇതിനെ അതിജീവനത്തിന്റെ അതിജീവനം എന്നും വിളിക്കുന്നു. ഇതിൽ ഏറ്റവും അനുയോജ്യമായ വിഭാഗങ്ങളെ പ്രകൃതി തിരഞ്ഞെടുക്കുകയും അവ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനെ പ്രകൃതിയുടെ സ്വാഭാവിക തിരഞ്ഞെടുപ്പ് എന്ന് വിളിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും ഈ രീതിയിൽ പരിണമിച്ചു എന്നും ഡാർവിൻ പറയുന്നു. ഈ പരിണാമം ലളിതമായ രൂപങ്ങളിൽ നിന്നാണ് ഇന്നത്തെ രൂപത്തിലെത്തിയത്. അങ്ങനെ പരിണാമ പ്രക്രിയയിൽ മനുഷ്യൻ അവസാനമായി. മനുഷ്യന്റെ പരിണാമത്തെ 4 പ്രധാന സംഭവ വികാസങ്ങളായിട്ടാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുകയുണ്ടായിരുന്നത്. അതെന്തൊക്കെയാണെന്ന് വെച്ചാല് ഇരുകാലുകളിലുള്ള നിവർന്ന നടത്തം, വലിപ്പം കുറഞ്ഞ മുൻപല്ലുകൾ, വലിപ്പം കൂടിയ കവിൾ പല്ലുകൾ, ഭൗതിക സംസ്കാരത്തിന്റെ വികാസം, വലിപ്പം കൂടിയ തലച്ചോർ എന്നിവയാണിവ. ഇതില് മനുഷ്യന്റെ പരിണാമ ചരിത്രം എന്ന് പറയുന്നത് ദീർഘവും സങ്കീർണവുമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ 36 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് സസ്തനികളിലെ ഒരു വിഭാഗമായ പ്രൈമേറ്റുകൾ ഏഷ്യയിലും ആഫ്രിക്കയിലും ഉയർന്നു വരികയുണ്ടായി. ഈ പ്രൈമേറ്റുകളെ കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പൊ ഈ പ്രൈമേറ്റുകളുടെ സവിശേഷതകൾ നോക്കാം. പ്രൈമേറ്റുകൾക്ക് രോമാവൃതമായ ശരീരം, നീണ്ട ഗർഭകാലം, വ്യത്യസ്ത തരത്തിലുള്ള പല്ലുകൾ, സ്ഥിരമായ ശരീര താപനില നിലനിർത്താനുള്ള കഴിവ് എന്നിവയുണ്ട്. കൈകൾ മുറുകെ പിടിക്കുക, പിൻകാലുകളിൽ ആധിപത്യം പുലർത്തുന്ന ചലനശക്തി, കുറഞ്ഞ പ്രത്യുൽപാദന ശേഷി എന്നിവയും പ്രൈമേറ്റുകളുടെ സവിശേഷതകളാണ്. പ്രൈമേറ്റുകളുടെ ഉപഗ്രൂപ്പായ ഹോമിനോയിഡുകൾ 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉയർന്നു വന്നതാണ്. അത് കഴിഞ്ഞ് ഉയർന്നു വന്നതാണ് ഹൊമിനിഡുകൾ. അത് 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപെയാണ് പ്രത്യക്ഷപ്പെട്ടത്. നമുക്ക് ഹൊമിനോയിഡുകള് എന്തൊക്കെയാണ് സവിശേഷതകൾ എന്ന് നോക്കാം. അവർ നാൽക്കാലികളായിരുന്നു. മുൻകാലുകൾ വഴക്കമുള്ളവയായിരുന്നു. ഹൊമിനോയിഡുകളിൽ കുരങ്ങന്മാർ ഉൾപ്പെടുന്നു. ചെറിയ മസ്തിഷ്കമായിരുന്നു. ഇനി ഹൊമിനോയിഡുകളെ അപേക്ഷിച്ച് ഹൊമിനിഡുകൾക്ക് എന്തൊക്കെയാണ് സവിശേഷതകൾ എന്ന് നോക്കാം. നിവർന്നു നിൽക്കാനും ഇരുകാലിൽ നിൽക്കാനും അവർക്ക് സാധ്യമായിരുന്നു. ഹൊമിനോയിഡുകളെ അപേക്ഷിച്ച് വലിയ മസ്തിഷ്കമായിരുന്നു. ഇവരുടെ കൈകൾക്ക് ഉപകരണങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കാനും പ്രാപ്തമായിരുന്നു. ഹോമിനിഡുകൾ വീണ്ടും ശാഖകളായി വേർപിരിഞ്ഞു. അവയിൽ ശ്രദ്ധേയമായവയാണ് ഹോമോയും ആസ്ട്രലോപിത്തേക്കസും. എന്നാൽ അവ തമ്മിൽ ചില വ്യത്യാസങ്ങളും ഉണ്ട്. ആസ്ട്രലോപിത്തേക്കസിന് ഹോമോയേക്കാൾ ചെറിയ തലച്ചോറും കനത്ത താടിയെല്ലും വലിയ പല്ലുകളുമാണ് ഉള്ളത്. ദക്ഷിണദേശത്തെ വന്ധ്യൻ എന്നാണ് ആസ്ട്രലോപിത്തേക്കസ് എന്ന വാക്കിനർത്ഥം. ചെറിയ മസ്തിഷ്കം, വലിയ പിൻപല്ലുകൾ, കൈകളുടെ പരിമിതമായ വൈദഗ്ധ്യം എന്നിങ്ങനെയുള്ള വാനരന്മാരുടെ പല സവിശേഷതകളും ഇവർ നിലനിർത്തി. അവർ കൂടുതൽ സമയവും മരങ്ങളിൽ ചിലവഴിച്ചതിനാൽ നിവർന്നുള്ള നടത്തം നിയന്ത്രിക്കപ്പെട്ടു. ആദ്യകാല ശിലായുധ നിർമ്മാതാക്കൾ ആസ്ട്രലോപിത്തേക്കസ് ആയിരുന്നു എന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു. ഇനി അടുത്ത ഭാഗമായ ഹോമോനെ പറ്റിയാണ് പറയുന്നത്. ഹോമോ എന്ന ലാറ്റിൻ വാക്കിനർത്ഥം മനുഷ്യൻ എന്നാണ്. ഹോമോയുടെ തലച്ചോറിന്റെ വലിപ്പം ആസ്ട്രലോപിത്തേക്കസിനേക്കാൾ വളരെ കൂടുതലാണ്. ശരീരത്തിന്റെ വലിപ്പവും കൂടുതലായിരുന്നു. കൂടുതൽ മാംസാഹാരം ഹോമോയുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഫോസിലുകളുടെ സ്വഭാവ സവിശേഷതകളെ അടിസ്ഥാനപ്പെടുത്തി ഹോമോയെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവയിൽ നൽകിയിരിക്കുന്ന പേരുകൾ അവയുടെ സവിശേഷതകളെ സൂചിപ്പിക്കുന്നതാണ്. ഹോമോ ഹബിലിസ്
ഉപകരണ നിർമ്മാതാവ്. ഹോമോ ഇറക്ടസ് നിവർന്ന മനുഷ്യൻ. ഹോമോ സാപ്പിയൻസ് ബുദ്ധിമാനായ മനുഷ്യൻ. ആധുനിക മനുഷ്യരുടെ ഉത്ഭവസ്ഥാനത്തെ കുറിച്ച് രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. ഇവയിൽ ഒന്ന് ഏകോൽപത്തി മാതൃകയും രണ്ട് പ്രാദേശിക തുടർച്ചാ മാതൃകയുമാണ്. ഇതിൽ ഏകോൽപത്തി മാതൃക വക്താക്കൾ അഭിപ്രായപ്പെടുന്നത് ആഫ്രിക്കയാണ് ആധുനിക മനുഷ്യന്റെ ഏക ഉത്ഭവ സ്ഥലമെന്ന്. ഒരുപോലുള്ള ജനിതകവും ശരീരഘടനാപരവുമായുള്ള ആധുനിക മനുഷ്യൻ ഈ വാദത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആധുനിക മനുഷ്യർക്കിടയിൽ കാണുന്ന ഈ സമാനത ആഫ്രിക്ക എന്ന ഒരൊറ്റ സ്ഥലത്ത് ഉത്ഭവിച്ച ഒരു ജനസംഖ്യയിൽ നിന്ന് ആധുനിക മനുഷ്യരുടെ ഉത്ഭവത്തിനുള്ള തെളിവാണ്. ആഫ്രിക്കയിൽ നിന്ന് മറ്റു വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് ആളുകൾ കുടിയേറുകയും ചെയ്തു. ആധുനിക മനുഷ്യരിൽ നമ്മൾ ഇന്ന് കാണുന്ന ശാരീരിക വ്യത്യാസങ്ങൾ പരിസ്ഥിതികളോട് പൂർണ്ണമായും അവർ ഇണങ്ങിച്ചേർന്നതിന്റെ ഫലമാണെന്ന് ഏകോൽപത്തി വക്താക്കൾ അഭിപ്രായപ്പെടുന്നു. ഇനി അടുത്തത് പ്രാദേശിക തുടർച്ചാ മാതൃക. പ്രാദേശിക തുടർച്ചാ മാതൃകയെ പിന്തുണയ്ക്കുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായം ആധുനിക മനുഷ്യരുടെ ഉത്ഭവം വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നാണ് എന്നതാണ്. ലോകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിലെ മനുഷ്യന്റെ വ്യതിയാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആധുനിക മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടത് എന്ന് അവർ വാദിക്കുന്നു. ആദിമ മനുഷ്യരുടെ ജീവിതം. ഭക്ഷണം. 4 മാർഗങ്ങളിലൂടെയാണ് അവർ ഭക്ഷണം നേടിയത്. ശേഖരണം, നായാടൽ, ചത്ത ജന്തുക്കളുടെ മാംസാവശിഷ്ടങ്ങൾ ശേഖരിക്കൽ, മത്സ്യബന്ധനം എന്നിവയാണവ. പാർപ്പിടം. സമൃദ്ധമായ ഭക്ഷ്യവിഭവങ്ങളുള്ള സ്ഥലങ്ങളാണ് ആദിമ മനുഷ്യൻ തങ്ങളുടെ വാസസ്ഥലമായി തിരഞ്ഞെടുത്തത്. ഗുഹകളും തുറസായ സ്ഥലങ്ങളും അവരുടെ വാസസ്ഥലങ്ങളായി. ഫ്രാൻസിലെ ലാസറേറ്റ് ഗുഹ, ഫ്രാൻസിലെ ടെറ അമറ്റ എന്നിവ തെളിവുകളാണ്. തീയുടെ ഉപയോഗം. ഭക്ഷണം പാകം ചെയ്യുന്നതിനും ഉപകരണങ്ങൾ കാഠിന്യം കൂട്ടുന്നതിനും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനും ഗുഹയ്ക്കുള്ളിൽ ചൂടും വെളിച്ചവും നൽകാനും തീയുടെ ഉപയോഗം സഹായിച്ചു. ശിലാ ഉപകരണം നിർമ്മാണം ഉപയോഗം. മൃഗങ്ങളെ കൊല്ലാൻ അവർ എറിയുന്ന കുന്തവും വില്ലും ഉപയോഗിച്ചു. സ്ത്രീകൾ തങ്ങളുടെ കുട്ടികളുടെ നിലനിൽപ്പിനായുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചു. മാംസത്തിൽ നിന്നും എല്ല് നീക്കം ചെയ്യുന്നതിനും ഉണക്കുന്നതിനും സംഭരണത്തിനും അവർ വ്യത്യസ്ത ഉപകരണങ്ങൾ ഉപയോഗിച്ചു. വസ്ത്രം. പഞ്ച് ബ്ലേഡ്, തയ്യൽ സൂചികൾ ഇവ കണ്ടുപിടിച്ചു. വിവിധ കൊത്തുപണി ഉപകരണങ്ങൾ നിർമ്മിച്ചു. വസ്ത്രങ്ങൾ തുന്നിച്ചേർത്തു. സംസാര ഭാഷാ ഉത്ഭവം. ഫ്രാൻസിലെ ലാസ്കസ്, ചൊവ്വൈറ്റ്, സ്പെയിനിലെ അൾട്ടാമിറ എന്നിവിടങ്ങളിൽ നിന്ന് ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആദിമ മനുഷ്യന്റെ ആശയവിനിമയത്തിനുള്ള തെളിവുകളായി ഇത് കണക്കാക്കുന്നു. കൃഷി, സ്ഥിരതാമസം, നാഗരികതയുടെ വളർച്ച. വളരെ കാലം മനുഷ്യൻ വേട്ടയാടിയും ശേഖരിച്ചും ജീവിച്ചു പോന്നു. പിന്നീട് അവർ മൃഗങ്ങളെയും സസ്യങ്ങളെയും വളർത്താൻ തുടങ്ങി. അതാകട്ടെ മൃഗപരിപാലനത്തിനും കൃഷിക്കും വഴിയൊരുക്കി. ഭക്ഷ്യശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യ ഉൽപാദനത്തിലേക്കുള്ള ഈ മാറ്റം മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു. തുടർന്ന് മനുഷ്യൻ സ്ഥിരതാമസം തുടങ്ങി. അത് പിന്നീട് നാഗരികതയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.